ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി പ്രധാന റോളിലെത്തിച്ച രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ബ്രഹ്മയുഗം. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമയുടെ ഏറ്റവും പുതിയ അഭിമുഖങ്ങൾ സിനിമയുടെ സംവിധായകൻ വിവിധ ചാനലുകൾക്ക് നൽകിയിട്ടുണ്ട്. മമ്മൂക്കിയുമായിട്ട് വീണ്ടും ഒരു സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗ സാധ്യതകൾ, പ്രീക്വൽ സീക്വൽ സാധ്യതകൾ ഉള്ള സിനിമ കൂടിയാണ് എന്നുകൂടിയാണ് സംവിധായകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. കങ്കുവയ്ക്ക് ശേഷം സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ അടുത്ത തമിഴ് സിനിമയാണല്ലോ സൂര്യ 43. സൂര്യയെ നായകനാക്കി ദുൽഖർ സൽമാൻ ഒരു പ്രധാനപ്പെട്ട റോളിലെല്ലാം തന്നെ എത്തുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ഡിസംബർ മുതൽ പല മാസങ്ങളിലായിട്ട് ഇപ്പോൾ തുടങ്ങും, നാളെ തുടങ്ങുമെന്നൊക്കെ റൂമറുകൾ വന്നുകൊണ്ടിരുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ഇന്നലെ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നപ്പോൾ സിനിമ ആരംഭിക്കാനായിട്ട് ഇനിയും സമയം ആവശ്യമുണ്ട് എന്നൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. ഇതോടെ ചില തമിഴ് മാധ്യമങ്ങൾ സിനിമ ഉപേക്ഷിച്ചു എന്നവരെ വാർത്ത പുറത്തിറങ്ങുന്നുണ്ട്. ഇതിനോടകം തന്നെ സൂര്യ ആരാധകർ ഇക്കാര്യത്തിൽ നിരാശയാണ് എന്നറിയാനായിട്ട് കഴിയുന്നു. വണങ്ങാൻ എന്ന സിനിമ ഉപേക്ഷിച്ചു, വാടിവാസലിന്റെ ഷൂട്ടിംഗ് വൈകുന്നു, കങ്കുവ റിലീസ് വൈകുന്നു, ഇപ്പോഴത്തെ അതിന് പുറമെ സൂര്യ 43 ഷൂട്ടിംഗ് വൈകുന്നു തുടങ്ങിയ നിരാശാ വാർത്തകളാണ് സൂര്യ ആരാധകരെ തേടി ഇതിനോടകം തന്നെ എത്തപ്പെട്ടിരിക്കുന്നത്. ധനുഷിന്റെ അടുത്തൊരു വമ്പൻ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ മാർച്ച് 20 പുറത്തു വരികയാണ്. ധനുഷ് നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമ ഒരു ബയോപിക് ആയിരിക്കും. ഇളയരാജയുടെ ബയോപിക്കിൽ ധനുഷ് നായകനെത്തുന്നു. നാളെ ഉച്ചയ്ക്ക് 12:30 സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നതാണ്. നമ്മുടെ മോളിവുഡിന്റെ ഫഹദ് ഫാസലിന്റെ 2 തെലുഗു ഭാഷാ സിനിമകളുടെ പ്രഖ്യാപനമാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2 സിനിമകളും നിർമ്മിക്കുന്നത് നമ്മുടെ രാജമൗലിയുടെ കുടുംബമാണ്. അതിലൊരു സിനിമ ഓക്സിജൻ എന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന സിനിമയാണ്. തെലുഗു, തമിഴ്, മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും ഈ 2 സിനിമകളും തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ ദ റിബൽ എന്ന സിനിമയാണ്. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിൽ നമ്മുടെ മമിത ബൈജു ആണ് നായകവേഷത്തിലെത്തുന്നത്. GV പ്രകാശ് നായകനെത്തുന്ന സിനിമ ഒരു കേരള തനിമയുള്ള സിനിമ കൂടിയാണ്. എന്തായാലും സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കൂ. ശങ്കറിന്റെ സംവിധാനത്തിൽ രാംചരൺ നായകനെ എത്തുന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ വർഷം അവസാനം ഡിസംബർ മാസത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട കാന്താര എന്ന സിനിമയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയുടെ OTT അവകാശങ്ങളും ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം വന്നത്. ലാലേട്ടന്റെ 360ാമത്തെ സിനിമ തരുൺമൂർത്തി സംവിധാനം ചെയ്യുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ചയോടെ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് എത്തുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഈ സിനിമയിൽ ലാലേട്ടൻ എത്തുക എന്നുകൂടി ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തൊടുപുഴ, റാന്നി എന്നിവിടങ്ങളിലെ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ഇനിയും ഉറപ്പാക്കപ്പെട്ടിട്ടില്ല. സിനിമയുടെ കാസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.